എല്ലാവർക്കും നമസ്കാരം. SSCയുടെ CPO നോട്ടിഫിക്കേഷൻ 2024 ബാച്ചിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ്. SSCയിലേക്ക് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ്, അതുപോലെ തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് CAPF നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. SSC CPO നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞു. 4/3/2024 മുതൽ, അതായത് മാർച്ച് 4 മുതൽ മാർച്ച് 28 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും അറിയാൻ വേണ്ടി വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നിലവിൽ SSCയുടെ ഭാഗത്തുനിന്ന് SSC CPO നോട്ടിഫിക്കേഷനാണ്. ഓരോ ഡീറ്റെയിൽസ് വായിക്കുമ്പോഴും ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൻ്റെ സാലറി സബ് ഇൻസ്പെക്ടർ GDയിലേക്ക്, അതായത് CAPF സബ് ഇൻസ്പെക്ടർ GDയിലേക്ക് 35,400 സ്റ്റാർട്ടിങ്ങിൽ ശമ്പളം കിട്ടുക. 1,12,400 വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റാണ്. രണ്ടാമത്തെ പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ്. ഇതിലേക്ക് ബോയ്സിനും ഗേൾസിനും അപേക്ഷ അയക്കാം. സാലറി പാക്കേജ് രണ്ടിലേക്കും സെയിം തന്നെയാണ്. 35,400 ബേസിക് പേ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ് മാസം 9, 10, 13 തീയതിയിൽ എക്സാം നടത്തും. ഇനി പ്രധാനമായും ഇതിൻ്റെ വാക്കൻസി സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് ബോയ്സിന് 125 വാക്കൻസി, 61 വാക്കൻസി പെൺകുട്ടികൾക്കും വന്നിട്ടുണ്ട്. ഇനി സബ് ഇൻസ്പെക്ടർ GD ഇൻ CAPF BSF 847 ബോയ്സിനും 45 ഗേൾസിനും, അങ്ങനെ 892 BSFലേക്ക്. CISFലേക്ക് 1597 വാക്കൻസി, CRPF 1172, ITBP 278 ഒഴിവ്, SSB ശാസ്ത്രസീമ ബല്ലേക്ക് 62, അങ്ങനെ മൊത്തം 4001 വാക്കൻസിയാണ് GDയിലേക്ക് വന്നിട്ടുള്ളത്. സബ് ഇൻസ്പെക്ടർ GD ഇൻ CAPF. ഇനി ഏജ് ലിമിറ്റ് 1/8/2024 അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വയസ്സ് കണക്കാക്കുക. 20 മുതൽ 25 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. അതായത് കറക്റ്റ് ഡേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. 2/8/99 1/8/2004 ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല SC/STക്കാർക്ക് 25 എന്നുള്ളത് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 5 വർഷം ഇളവുണ്ട്. OBCക്ക് 3 വർഷവും ഇളവ് കിട്ടും. അപ്പോൾ ജനറൽക്കാർക്ക് 25 ആണെങ്കിലും SC/ST OBCക്കാർക്ക് റിലാക്സേഷൻ കിട്ടുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഏത് ഡിഗ്രി പഠിച്ചവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇത് അപ്ലൈ ചെയ്യാം. പക്ഷേ 1/8/2024 സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കണമെന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രിയാണ് യോഗ്യത വരുന്നത്. ഫോർ ദ പോസ്റ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ്, ആൺകുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസിലേക്ക് ആൺകുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. മോട്ടോർ സൈക്കിൾ ആൻഡ് കാർ, ബോത്ത് ബൈക്ക് ആൻഡ് കാർ ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമേ അത് പറയുന്നുള്ളൂ. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ബൈക്കിൻ്റെയും കാറിൻ്റെയും ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ലൈസൻസ് ആവശ്യമില്ല, പക്ഷേ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടാവണം. ഈ പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൺകുട്ടികൾക്ക് മാത്രമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ SI CAPFിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ആവശ്യമില്ല, വെറും ഡിഗ്രി വെച്ച് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഡൽഹി പോലീസ് മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ടൈമിൽ ലൈസൻസ് ഉണ്ടായാൽ മതി. അപ്ലൈ ചെയ്യേണ്ടത് SSCയുടെ ഒഫീഷ്യൽ സൈറ്റ് വഴി തന്നെയാണ്. അപേക്ഷ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. നോട്ടിഫിക്കേഷൻ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആപ്ലിക്കേഷൻ വീഡിയോ നാളെ മറ്റന്നാളായിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 100 രൂപ ഫീസ് അടയ്ക്കണം. പെൺകുട്ടികളും SC/STക്കാരും ഫീസ് അടയ്ക്കേണ്ട. ബാക്കി വരുന്ന ഉദ്യോഗാർത്ഥികൾ 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. എക്സാമിനേഷൻ സെൻറ്റർ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ വരുന്ന തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ എക്സാം സെൻറ്റർ കിട്ടും. എക്സാമിൻ്റെ സ്കീം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, അങ്ങനെ മൊത്തം 200 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. ആദ്യത്തെ എക്സാം 200 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന് 2 മണിക്കൂറാണ് ടൈം. ഇനി രണ്ടാമത്തെ എക്സാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രൻഷനാണ് 200 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന്, അതും 2 മണിക്കൂർ ടൈം കിട്ടും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും 0.25, അതായത് 4 ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. അതുകൊണ്ട് അറിയുന്നത് മാത്രം അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ 2 എക്സാം ഉണ്ട്. എക്സാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പേപ്പർ 1 ഈ പറയുന്ന സിലബസും പേപ്പർ 2
ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനും ഉണ്ടാവും. NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബോണസ് മാർക്ക് കിട്ടും. C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 10 മാർക്ക്, B സർട്ടിഫിക്കറ്റിന് 6 മാർക്ക്, A സർട്ടിഫിക്കറ്റിന് 4 മാർക്ക് ബോണസ് മാർക്കായിട്ട് കിട്ടും. അപ്പോൾ NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യുമ്പോൾ അത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഹൈറ്റ് ബോയ്സിന് 170, ചെസ്റ്റ് വേണ്ടത് 80 സെൻറ്റിമീറ്ററാണ്. 85 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവണം. ഇനി ഗേൾസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം. ഫിസിക്കൽ ടെസ്റ്റ് ബോയ്സിന് 16 സെക്കൻഡിൽ 100 മീറ്റർ ഓടിക്കയറുക, 1.5 കിലോമീറ്റർ 6.5 മിനിറ്റിൽ ഓടിക്കയറണം. 3.65 മീറ്റർ നിങ്ങൾ ലോങ് ജമ്പ് ചാടിയിരിക്കണം. 3.65 മീറ്റർ 3 ചാൻസ് കിട്ടും. ഹൈ ജമ്പും 3 ചാൻസ് കിട്ടും. ഹൈ ജമ്പ് 1.2 മീറ്റർ നിങ്ങൾ ചാടണം. പിന്നെ ഷോർട്ട് പുട്ട് ഉണ്ടാവും 4.5 മീറ്റർ 3 ചാൻസ് ഷോർട്ട് പുട്ടിനും കിട്ടും. ഇനി ഗേൾസിനാണെങ്കിൽ 100 മീറ്റർ നിങ്ങൾ 18 സെക്കൻഡിൽ ഓടിക്കയറുക, 800 മീറ്റർ 4 മിനിറ്റിലും ഓടണം. ലോങ് ജമ്പ് 2.7 മീറ്റർ, ഹൈ ജമ്പ് 0.9 മീറ്റർ നിങ്ങൾ 3 ചാൻസ് കിട്ടും, ചാടിയിരിക്കണം. ഷോർട്ട് പുട്ട് വരുന്നില്ല. പിന്നെ മെഡിക്കൽ എക്സാം ഉണ്ടാവും. മെഡിക്കൽ എക്സാം കറക്റ്റായിട്ട് നിങ്ങൾ ഐ വിഷനും മറ്റു കാര്യങ്ങൾ, ടാറ്റു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മെഡിക്കൽ ടെസ്റ്റിൽ ചെക്ക് ചെയ്യും. അതെല്ലാം നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. SSCയുടെ CPO നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുത്തോളൂ. ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ്, ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒഫീഷ്യൽ ലിങ്കൊക്കെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.